ഹലോ ഗായ്സ്. ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി ഒരു 12-1 മണിയായപ്പോൾ എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് കോളാണ്. പച്ച തെറിയാണ് വിളിക്കുന്നത്. തെറി വിളിക്കാന്ന് പറഞ്ഞാൽ അവന് ഇംഗ്ലീഷേ അറിയണമെന്നാണ്. അവന് ഇംഗ്ലീഷിലായിരുന്നു തെറി. അവൻ്റെ പ്രശ്നം ലിംഗപുരാണം പറഞ്ഞു. ലിംഗപുരാണം ഇപ്പോഴാണോ കണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാമ്യതയെ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് അറ്റാക്ക് നേരിടേണ്ടി വരിക NIA-യിൽ നിന്നായിരിക്കും. അവർക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടി. അതായത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഷെഫീനയ്ക്കെതിരെ കേസ് വരുമെന്നും ഷെഫീന അകത്താകുമെന്നും ഷെഫീനയെ മൂക്കി വലിച്ചു കയറ്റുമെന്നൊക്കെയാണ് പറയണത്. പിന്നെ നമ്മൾ കോട്ടയത്ത് നിന്ന് കൊടുക്കരുത്, നമ്മളെ പിടിച്ചകത്താക്കും അല്ലേ? ഇനിയിപ്പോൾ അത് പറഞ്ഞുണ്ടാക്കണ്ട. എന്തായാലും നമ്മളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത് ചെസ് നമ്പർ 1. ഓക്കെ, നീ പറഞ്ഞ ചെസ് നമ്പറിൽ ഒരു ചെസ് നമ്പറാണ് ഇത്. എന്ന് വെച്ചാൽ സലഫി സെന്റർ നമ്പർ 1. നീ 4-5 സലഫി സെന്റർ പറഞ്ഞില്ലേടി, വൈത്താളം അടിക്കുന്നതിന് മുമ്പേ ഓർക്കണ്ടേടി. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇര പിടിക്കാൻ ഇരിക്കുകയാണെന്നുള്ളത് ബോധം വേണ്ട എനിക്ക്. എനിവേ മീൻ പിടിക്കാൻ ഇരിക്കുകയാണ് ഇരങ്ങി വിട്ടിട്ട് നീ വന്ന് ചാടി തരയല്ലേ. പേഴ്സണലി ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഒരാളെയും വ്യക്തി അധിക്ഷേപം ചെയ്യണമെന്നോ മോശപ്പെടുത്തണമെന്നോ ഒരു അഭിപ്രായമില്ല. അങ്ങനെ ഒരു അഭിപ്രായക്കാരിയല്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ആക്രമിക്കുന്നതിനോട് എനിക്ക് തീർത്തും താല്പര്യമില്ല. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ട ഒരു സ്ത്രീയാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് വിമർശനങ്ങൾ ഓക്കെ ഞാനും ചെയ്യാറുണ്ട്. എനിക്കും അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഫീൽ ചെയ്യാറുണ്ട്. മീ മൈസെൽഫ്, ഞാൻ എൻ്റെ രീതി, എൻ്റെ ഫ്രീഡം, എൻ്റെ ഇൻഡിപെൻഡൻസിൽ ആരെങ്കിലും കൈ വെച്ച് അവരെ കൈ ഞാൻ കൊത്തു എന്നതിനപ്പുറം ഞാൻ കോംപ്രമൈസിനെ പോകത്തില്ല. അങ്ങനെയുള്ള എനിക്ക് ഇത് അക്സെപ്റ്റബിൾ ആണ്. ഒരു വിമർശനമൊക്കെ നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഒരു വിഭാഗം ജനതയെ കൊല്ലാൻ വേണ്ടി, അവരെ അപരവൽക്കരിക്കാൻ വേണ്ടി, അവരുടെ വായ് തുറക്കാതിരിക്കാൻ വേണ്ടി, അവരെ അടിച്ചു താഴ്ത്തിടാൻ വേണ്ടി ഈ സ്ത്രീയെ അവർ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കപ്പെടുന്ന സ്ത്രീക്ക് ഒരു അല്പം നന്ദി ഉണ്ടാവണം. ചെറിയ വയസ്സിൽ ആഹാരത്തിന് വസതിയില്ലാതെ ഉമ്മായും വാപ്പായും ഭിക്ഷക്കാരായി ഇരുന്ന ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന അപമാനം നിന്റെ നാൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നിന്നെ മനസ്സിലാകും. കാരണം ദാരിദ്ര്യം, കഞ്ചാവ് അടിച്ചു കൊണ്ടുവന്ന് തള്ളുന്ന വാപ്പ, അതിൽ വല്ലാതെ നിവർത്തികെട്ട് ജീവിതം വല്ലാത്തൊരവസ്ഥയിൽ ആണ്ടിനാണ്ടിന് പെറുന്നൊരു ഉമ്മ, വല്ലാത്തൊരവസ്ഥയിൽ കൂടെ നീ വളർന്നിട്ടുണ്ട്. ആഹാരം പങ്കുവെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്നെ സഹായിച്ചവരെ നിനക്ക് ദ്രോഹിക്കണമെന്ന് എപ്പോൾ തോന്നി? പണം വന്ന് കയറിയപ്പോഴും. അതാണോ നീ പഠിച്ച മതം? ഒരു എഡ്യൂക്കേഷനും ഇല്ല, ഒരു രീതിയിലുള്ള അർഹതയുമില്ല. ഹാഫിളുകൾക്ക് കൊടുക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, കിട്ടാൻ ഒരു തുക കൊടുക്കാൻ നമുക്കൊരു കാരണം വേണം. അപ്പം നമ്മൾ മുസ്ലിംസ് ദാനം എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നതിന് ഒരു റൈറ്റ്ഫുൾ ആക്ട് അല്ല. 2.5% സക്കാത്താണ്. സമ്പാദിച്ചതിലെ 1% കൊടുക്കുക എന്നാണ്. അതിനപ്പുറം മടിയനായ ഒരു മനുഷ്യന് പണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിയത്തല്ല. ഇസ്ലാമിൽ അത് പറയുന്നില്ല. അവൻ അർഹതപ്പെട്ട പൈസ അവന് കൊടുക്കുന്നു എന്ന് അവനെ വരുത്തി തീർത്തിട്ടേ കൊടുക്കാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കരുത്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് കുത്തിക്കഴപ്പ്. ഈ പറയുന്ന സലഫികൾ ഇവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, ഇവക്ക് വേണ്ട സ്വർണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, ആഹാരം കൊടുത്തു, നല്ല ജോലി ചെയ്യുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു നല്ല മനുഷ്യന്, ദീനിബോധമുള്ള ഒരു മനുഷ്യനെ കെട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ്റെ ഒപ്പം അടങ്ങി ജീവിക്കുന്നതിന് പകരം ആർഭാട ലഹരി മൂത്ത് ആ പാവപ്പെട്ടവനെ ചതിച്ച് വഞ്ചിച്ച് അവൻ്റെ ചുറ്റുമുള്ളവരെയും ഇവിടെ വെച്ച് പരിചയപ്പെട്ട പലരെയും എല്ലാവരുടെ കയ്യിൽ നിന്നും പണവും അടിച്ചു മാറ്റി ഇല്ലാത്ത പുകിലത്രയും ഉണ്ടാക്കി ഇവിടുന്ന് അവർ പുറത്താക്കിയതാണ് അവളെ. നുണ പറയണമെന്ന് പറയരുത്, എൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷെ പബ്ലിഷ് ചെയ്യത്തില്ല. ഞാൻ എടുത്തു വെച്ച നിന്റെ ഉമ്മയുടെ ബൈറ്റ് ഉണ്ടല്ലോ, ഞാൻ അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് എന്നെ കൊണ്ട് നീ എന്നെ നിർബന്ധിക്കരുത്. മനസ്സിലായില്ലേ? നിർബന്ധിക്കരുത്. അമ്മാതിരി പേക്കൂത്താണ് നീ കിടന്ന് കാണിക്കണം. നിന്റെ സമുദായത്തിൽ നിന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. ഒരു പ്രശ്നം വന്നാൽ, ഒരു കലാപം വന്നാൽ അവരുൾപ്പെടെ ആക്രമിക്കപ്പെടും. അത്ര പോലെ സാമാന്യ ബോധമില്ലാതെ തെണ്ടിത്തരം മാത്രം വിളിച്ചു പറയുന്ന നിനക്ക് ഞാനൊരു വാണിംഗ് മാത്രമാണ് തരുന്നത്. ഏതായാലും നമുക്ക് 1ാം ഭാഗം കഴിഞ്ഞു, ബാക്കി തുടർന്ന് കാണും. ഞാൻ തിരുവനന്തപുരത്തുണ്ട്. നമ്മുടെ സലഫി സെന്ററുകൾ തോറും ഒരു നടത്ത. അതിനുശേഷം ഞാൻ നേരെ കോന്നിയിലേക്ക് പോകുന്നുണ്ട്. കാണാം. കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നല്ല നമസ്കാരം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനൊരു പരിഗണന നിനക്ക് തന്നിരുന്നു. എപ്പോഴാ ആ പരിഗണന മാറിയെന്നറിയാമോ? പാതിരാത്രിക്ക് കണ്ട അവന്മാരെ കൊണ്ട് എന്നെ വിളിച്ച് ചീത്ത വിളിപ്പിക്കല്ലേടി നീ. നിനക്ക് ഇത്രയും വാല്യൊക്കെ കമ്മാരാ. സ്ത്രീ എന്ന പദത്തിന് പോലും അർഹയല്ല നീ, അറിയോ? മറ്റൊരു സ്ത്രീയെ തെറി വിളിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കണം. നീ മനുഷ്യ സ്ത്രീയാണോടി? ഇടി തണ്ടിക്കുന്നില്ലേ എന്നെ? നീ തെറി വിളി, ഞാൻ കേട്ടോണ്ടിരിക്കാം. നീ ആളെ വെച്ച് തെറി വിളിപ്പിക്കുന്ന
പിന്നെ നീ എന്തെന്ന് എന്നെ എടി ഇതെന്റെ രാജ്യമാണെടി, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന പെണ്ണാ, ഇതെന്റെ നാടായത്. നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? കോന്നി കഞ്ചാവിന് പഴച്ചുണ്ടായതല്ല ഷെഫീന, അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞോളാം, മനസ്സിലായോ? അത് ഞാൻ നിനക്ക് കാണിച്ചും തരും. ചെക്ക്.